ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഓം എന്ന ചൈനീസ് ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ സീഷി ബാക്കിയുള്ള എല്ലാവരെയും കുറിച്ച് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ചെയ്ത് ആകെ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിലും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ആ ഒരു ലാസ്റ്റ് ഡേ അവസാനിക്കാറാവുമ്പോൾ ചെന്നും സീഷിയും കൂടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് സോങ്ങും ജിങ്ങും വന്നിട്ട് അവർ 3 പേരും കൂടി ചേർന്ന് അവൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സീഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉക്കുലേലെ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം മുതൽ സീഷി ആർട്ട് സ്ട്രീമിക്കും ബാക്കി 3 പേരും കൂടി സയൻസ് സ്ട്രീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാരണം കൊണ്ട് അവളിപ്പോൾ എന്തായാലും അവരുടെ ഗ്യാങ്ങിൽ നിന്ന് സ്പ്ലിറ്റ് ആവുമെന്ന് മനസ്സിലാക്കി അവളിപ്പോൾ ചെന്നിനൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയും ബാക്കി 2 പേരോടും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും പോകുന്നതിന് മുമ്പ് അവൾ സോങ്ങിനെ ഹഗ് ചെയ്യുന്നുണ്ടെങ്കിലും ജിങ്ങിനെ ഹഗ് ചെയ്യാതെ വെറുതെ അവനോട് ബായ് പറഞ്ഞു പോകുമ്പോൾ അപ്പോഴാണ് ജിങ്ങിന് സീഷിക്ക് സോങ്ങിനോടുള്ള ഒരു താല്പര്യം മനസ്സിലാകുന്നത്. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ സീഷിന് ഓൾറെഡി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ജിങ്ങിന് ആകെ വിഷമാകുന്നുണ്ടെങ്കിലും അതവൻ അങ്ങനെ പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവരുടെ വെക്കേഷൻ ടൈമിൽ ചെന്ന് സീഷിനെ വിളിച്ചിട്ട് നമുക്ക് ഒരു ഫീൽഡ് ട്രിപ്പ് ഉണ്ടായിരിക്കുമെന്നും അതിന് നീ വരില്ലെന്നും കൂടി ചോദിക്കുമ്പോൾ തൻ്റെ അമ്മ അവൾക്ക് വേറെ ട്യൂഷൻസ് അറേഞ്ച് ചെയ്ത കാരണം കൊണ്ട് ഫീൽഡ് ട്രിപ്പിന് വരാനായിട്ട് തനിക്ക് സാധിക്കില്ലെന്ന് സീഷി അവളോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെന്ന് ഫീൽഡ് ട്രിപ്പിന് സോങ്ങും ജിങ്ങും ചെന്നും അതുപോലെ അവരുടെ ക്ലാസ് ലീഡറും ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ് ലീഡറിന് ചെന്ന് പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാതെ സീഷി പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരം സൂപ്പർ മാർക്കറ്റിലായിരുന്ന ചെന്നിപ്പോൾ സീഷിനെ വിളിച്ചതിന് ശേഷം അവിടെ ബില്ലൊക്കെ പേ ചെയ്യാൻ നിൽക്കുമ്പോൾ കാഷ്യർ ആയിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കുട്ടിയെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിലിപ്പോൾ ചെന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡ് ട്രിപ്പിന് പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് സീഷിയും എത്തുന്നുണ്ട്. പക്ഷെ സീഷി ഏറ്റവും ലാസ്റ്റ് ആ ഒരു ബസ്സിലേക്ക് കയറുമ്പോൾ ചെന്നിന്റെ അടുത്ത് ആ ഒരു ക്ലാസ് ലീഡർ ഇരിക്കുന്ന കണ്ടിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി നമ്മൾ കണ്ടതുപോലെ ഒരു ലീഡറിന് ശരിക്കും ജിങ്ങിനോടാണ് ഇഷ്ടമെങ്കിലും അത് സോങ്ങിന്റെ അടുത്താണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന സീഷിക്ക് ഇതും കൂടി കാണുമ്പോൾ ശരിക്കും ആ ഒരു ലീഡർ കൊച്ച് അവളുടെ സ്ഥാനം തട്ടിയെടുക്കുകയാണെന്നും ചെന്നിന്റെയും സോങ്ങിന്റെയും ജിങ്ങിന്റെയും ഒക്കെ ആ ഒരു ഗ്രൂപ്പില് കയറി പറ്റാനായിട്ട് നോക്കുകയാണെന്നും അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ എങ്ങനെയൊക്കെയോ അവൾ നേരെ ചെന്നിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് നേരെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവള് ഒപ്പം ഇരിക്കുന്ന ആ ഒരു ലീഡർ കൊച്ചിനെയും ചെന്നിനെയും നോക്കി ആകെ ഡിസപ്പോയിന്റഡ് ആയിട്ട് വേറെ എന്തോ ആലോചിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ ഫൈനലി ഹോട്ടലിൽ എത്തുന്ന സമയത്ത് അവിടെ വെച്ച് വീണ്ടും ഇവരെ 4 പേരെയും കൂടി ഒരുമിച്ച് കാണുമ്പോൾ സീഷിക്ക് വീണ്ടും ദേഷ്യവും വിഷമവും തോന്നുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ അവരുടെ ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ ഓരോരുത്തരുടെയും റൂമിന്റെ കീ അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ അതില് ചെന്നിനും ആ ഒരു ലീഡറിനും ഒരു റൂമും ജിങ്ങിനും സോങ്ങിനും വേറെ റൂമും ലാസ്റ്റ് വന്ന സീഷിക്ക് ഒറ്റയ്ക്ക് ഒരു റൂമും ആണ് ടീച്ചർ അലോട്ട് ചെയ്യുന്നത്. പക്ഷെ ചെന്നും ആ ഒരു ലീഡർ കൊച്ചു കൂടി അവളുടെ അടുത്ത് സംസാരിച്ച് അവർ 3 പേരും കൂടി ഒരു റൂം ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ തന്നെ അവർക്കിടയിൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളതായിട്ട് സോങ്ങിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരെല്ലാവരും കൂടിയിട്ട് ബോട്ട് റൈഡിങ്ങിന് പോകുന്ന സമയത്ത് അവരിപ്പോൾ ടോട്ടലായിട്ട് 5 പേരുള്ളതുകൊണ്ടും ഇത് ശരിക്കും പെയേഴ്സ് ആയിട്ട് ചെയ്യേണ്ട കാരണം കൊണ്ട് താൻ ഒറ്റയ്ക്ക് റൈഡ് ചെയ്തോളാനും പിന്നെ ആ ഒരു ലീഡറായിട്ടുള്ള കൊച്ചും ജിങ്ങും ഒരുമിച്ചും മറ്റേ പെയറായിട്ട് സോങ്ങും സീഷിയും റൈഡ് ചെയ്തോളാനും അവളിപ്പോൾ പറയുന്നുണ്ട്. കാരണം ചെന്ന് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ സീഷിക്കും ഒരു ലീഡറിനും തൻ്റെ ഒപ്പം വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു ഫൈറ്റിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവളിപ്പോൾ ന്യൂട്രൽ ആയിട്ട് അവരെ ഓരോ പെയേഴ്സ് ആയിട്ട് തിരിക്കുന്നത്. അങ്ങനെ പിന്നീട് അവർ പെയേഴ്സ് ആയിട്ട് റൈഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ സോങ്ങും സീഷിയും വളരെ സമാധാനത്തോടെ പയ്യെ റൈഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ജിങ്ങും ചെന്നും കൂടിയിട്ട് ഒരു റേസ് പോലെ ഫണ്ണായിട്ട് അവരങ്ങനെ റൈഡ് ചെയ്ത് വരുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ആവേശം കയറിയിട്ട് ജിങ്ങിന്റെ ബോട്ട് ചെന്ന് ചെന്നിന്റെ ബോട്ടിനെ ഇടിക്കുമ്പോൾ ഒറ്റയ്ക്കുണ്ടായിരുന്ന ചെന്ന് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. വേഗം തന്നെ ജിങ്ങിപ്പോ അവളെ വെള്ളത്തിൽ നിന്ന് എടുത്ത് രക്ഷിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഓൾറെഡി നീന്തൽ അറിയാവുന്ന കാരണം കൊണ്ട് അത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു തമാശ രൂപേണ അത് മാറിയെങ്കിലും പിന്നീട് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ഇനി വെള്ളത്തിൽ വീണതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും പറ്റാതിരിക്കാനായിട്ട് സീഷി ഇപ്പോൾ അവൾക്കായിട്ടുള്ള ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സീഷി പോവാൻ നിൽക്കുന്നത് കാണുമ്പോൾ അവളുടെ ഒപ്പം അങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി ജിങ്ങിപ്പോ താനും മരുന്ന് വാങ്ങിക്കാനായിട്ട് കൂടെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നും പക്ഷെ എന്തൊക്കെയായാലും അവൻ അവിടെ വെച്ച് എല്ലാം ഒരു കുട്ടിക്കളിയായിട്ട് എടുത്തിട്ട് ഒട്ടും ക്ഷമയില്ലാതെ ഇങ്ങനെയൊന്നും പെരുമാറരുതെന്നും ചെന്നിന് ബൈ ചാൻസ് നീന്തൽ അറിയില്ലായിരുന്നെങ്കിൽ ശരിക്കും നമ്മളെല്ലാരും പെട്ടുപോയേനെന്നും പറയുമ്പോഴാണ് ശരിക്കും ജിങ്ങിനും അവൻ ചെയ്ത ആ ഒരു തെറ്റിനെ പറ്റി മനസ്സിലാകുന്നത്. പക്ഷെ പിന്നീട് സീഷി അവിടുന്ന് പോയിട്ട് സോങ്ങിനെ കാണുന്ന നേരത്ത് സോങ്ങിന്റെ അടുത്ത് തന്റെ ഒപ്പം ഫാർമസിയിലോട്ട് വരാനായിട്ട് അവൾ പറയുന്നതും ജിങ് കേൾക്കുന്നുണ്ട്. സോ അതിലൂടെ തന്നെ നേരത്തെ താൻ ചോദിച്ചിട്ട് വരാത്തതും ഇപ്പതേ അവൾ സോങ്ങിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നതും ഇതിനു മുമ്പുള്ള പല ഇൻസിഡൻസിൽ അവൾ സോങ്ങിന്റെ അടുത്ത് പ്രത്യേക ഒരു അട്രാക്ഷനും കാണിച്ചതൊക്കെ ഓർക്കുമ്പോൾ ജിങ്
ജിങ്ങിനും സീഷിക്ക് തന്നോടല്ല സോങ്ങിനോടാണ് താല്പര്യം എന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം അറിഞ്ഞ് വളരെ വിഷമിച്ചിരിക്കുന്ന ജിങ്ങിന്റെ അടുത്തേക്ക് ഇപ്പോ ചെന്ന് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് താൻ നേരത്തെ ചെയ്തു പോയത് ഇത്തിരി കടന്ന കൈയാണെന്നും അതിന് സോറിയും ചോദിച്ച് ജിങ് ഇപ്പൊ ചെന്നിന്റെ അടുത്ത് ഓറഞ്ചസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവര് കുട്ടികളെ പോലെ കളിച്ച് ചിരിച്ച് സംസാരിച്ച് വളരെ ഫണ്ണിയും ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്ന അതേ നേരത്താണ് സോങ് അവൻ ചെന്നിന് വേണ്ടി വാങ്ങിച്ച് മരുന്നുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ചെന്നും ജിങ്ങും ഇപ്പൊ വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ചെന്നിനോട് ഓൾറെഡി ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്ന സോങ്ങിന് അത് ഇഷ്ടപ്പെടാതെ അവനും അവരെ പറ്റി ഒരുപാട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് എന്തോ ഒരു വിഷമം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന സീഷിയുടെ അടുത്ത് അവളുടെ അമ്മ സംസാരിക്കുമ്പോഴാണ് ആദ്യം ഈ ഒരു ഫീൽഡ് ട്രിപ്പിന് പോകാനായിട്ട് അവളുടെ അമ്മ സമ്മതിച്ചില്ലെങ്കിലും അടുത്ത് വരുന്ന എക്സാമിന് അവൾ ആ ഒരു ക്ലാസ്സിലെ ഏറ്റവും ടോപ്പറായി നല്ല മാർക്ക് സ്കോർ ചെയ്യും എന്ന അവളുടെ പ്രോമിസ് കൊണ്ടാണ് അവളുടെ അമ്മ അവളെ ഈ ഒരു ട്രിപ്പിന് തന്നെ പോകാനായിട്ട് സമ്മതിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ പിന്നീട് നമ്മൾ കാണിക്കുന്നത് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പതിവ് പോലെ അവർ 3 പേരും കൂടി സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് അവർ സീഷിനെ കാണുന്നുണ്ട്. സീഷി ഇപ്പോൾ ആർട്സ് സ്ട്രീമിലും അവര് സയൻസിലും ആയതുകൊണ്ട് സീഷിയെ മിസ് ചെയ്യുമെന്നും എന്നാലും ബ്രേക്കിനൊക്കെ ഇടയ്ക്ക് അവളെ കാണാൻ വരാമെന്നും ചെന്നിപ്പോ അവളുടെ അടുത്ത് പറഞ്ഞു. രണ്ടുപേരും ഇപ്പോൾ അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒട്ടും വൈകാതെ ബ്രേക്കിന്റെ സമയത്ത് വളരെ ചുരുങ്ങിയ ആ നേരം കൊണ്ട് തന്നെ രണ്ടുപേരും ഇത്തിരി കഷ്ടപ്പെട്ട് രണ്ടറ്റത്ത് കിടക്കുന്ന അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് ഓടി വന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്ത് പരസ്പരം എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നേക്കാളും മുമ്പ് തന്നെ വീണ്ടും ബെല്ലടിക്കുമ്പോൾ അവർ വീണ്ടും അവരുടെ ക്ലാസ്സുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് എത്ര ഡിസ്റ്റൻസിലായാലും അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഡെപ്ത് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നീട് ചെന്നൈ തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ലീഡർ ആയിട്ടുള്ള ലിയാൻ അവരുടെ ക്ലാസ്സിൽ നിന്ന് നടക്കാൻ പോകുന്ന ടാലന്റ് ഷോനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ജിങ്ങിന്റെ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാലന്റ് ഷോയും അതുപോലെ അവരുടെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ചിയർ ലീഡേഴ്സിനെയും ട്രെയിൻ ചെയ്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടാലന്റ് ഷോ നടത്താമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ ജിങ്ങിന്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ എന്റെ ഒപ്പം സോങ് ഒരു ചിയർ ലീഡർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവൻ അതിന് റെഡി ആവുള്ളൂ എന്ന് പറയുമ്പോൾ സോങ്ങിന് വേറെ ഓപ്ഷനൊന്നും ഇല്ലാണ്ട് സോങ് ഇപ്പോൾ ഒറ്റയ്ക്ക് ചെന്നടങ്ങുന്ന ഒരുപാട് ഗേൾസിന്റെ ഒപ്പം ചിയർ ലീഡേഴ്സ് ആയിട്ട് എയറോബിക്സ് പഠിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരിൽ എല്ലാവരും വെച്ച് ഏറ്റവും മോശമായിട്ട് കളിക്കുന്നത് സോങ്ങും പെന്നും ആയതുകൊണ്ട് ലാസ്റ്റ് ജിങ് തന്നെ അവരുടെ രണ്ടുപേരുടെ അടുത്ത് ഇതിലും ഭേദം നിങ്ങൾ കളിക്കാത്തത് തന്നെയാണെന്ന് പറഞ്ഞ് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഇരിക്കുന്ന സീഷിയെ ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെ സീഷിയെ കണ്ട സന്തോഷത്തിൽ അവൾ പോടി സീഷിയുടെ അടുത്ത് ചെന്ന് അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ലീഡർ കൊച്ചായിട്ടുള്ള ലിയാന് ചെന്ന് വെള്ളം കൊണ്ടു കൊടുക്കുന്നതും മാത്രമല്ല അവള് ഇപ്പൊ ഈ എയറോബിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന തിരക്കിലായതുകൊണ്ട് അവളുടെ ബുക്കൊന്ന് സ്റ്റാഫ് റൂമിൽ നിന്ന് എടുക്കാവോ എന്ന് അവൾ ചെന്നിന്റെ അടുത്ത് ചോദിക്കുന്നതും ചെന്ന് അതിന് സമ്മതിക്കുന്നതും കൂടി കാണുമ്പോൾ സീഷിക്ക് ഇരട്ടി കളിയായിരുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടതുപോലെ ലിയാന് സോങ്ങിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചതും അവൾ ചെന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ ട്രൈ ചെയ്യാണെന്നും വിശ്വസിച്ചിരിക്കുന്ന സീഷിക്ക് അവളിങ്ങനെ ചെന്നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതും ഇന്നസെന്റ് ആയിട്ടുള്ള ചെന്ന് അവൾ പറയുന്ന എല്ലാം കേൾക്കുന്നതൊക്കെ കാണുമ്പോൾ ഒട്ടും ഡൈജസ്റ്റ് ആവാതെ നീ എന്തിനാണ് അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് സീഷി ഇപ്പൊ അവിടുന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ എന്തിനാണ് അവൾ തന്നോട് വഴക്കിട്ടെന്ന് പോലും അറിയാണ്ട് നിൽക്കാണ് ചെന്ന്. ഇങ്ങനെ പിന്നീട് ചെന്ന് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു അഡ്മിഷൻ ആയിട്ട് ഒരു പെൺകുട്ടി വന്ന കാര്യം ടീച്ചർ അവരുടെ എല്ലാവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു കൊച്ചിനെ കാണുമ്പോൾ തന്നെ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് അതെന്ന് മനസ്സിലാക്കി ചെന്ന ആ ഒരു കാര്യം ആ കൊച്ചിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആ ഒരു കുട്ടി അങ്ങനെ അധികമൊന്നും നമ്മുടെ ചെന്നിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ നേരത്തെ സീഷി ആയിട്ടുള്ള ആ ഒരു പ്രശ്നം മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചെന്നിപ്പോ നേരെ ഫോൺ എടുത്ത് സീഷിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇന്ന് വൈകുന്നേരം അവരെപ്പോഴും പോകാറുള്ള ഒരു കടയുടെ മുമ്പിൽ അവളും വെയിറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ സീഷി ഞാൻ വരാൻ നോക്കാമെന്ന് അവൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ചെന്ന് പറഞ്ഞതുപോലെ തന്നെ അവൾ ആ ഒരു കടയുടെ മുമ്പിൽ ഒരുപാട് നേരം സീഷിനെ വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും അവളെ കാണാത്തോണ്ടിപ്പോ അങ്ങോട്ടേക്ക് വരുന്ന വേറൊരു കുട്ടിയോട് അവൾ സീഷിനെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ സീഷി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴിക്ക് പോകുന്നതാണ് താൻ കണ്ടതെന്ന് ആ ഒരു കൊച്ചു പറയുന്നുണ്ട്. ഇതേ നേരം രാത്രി ഒരുപാട് നേരമായിട്ടും ചെന്ന എന്താണ് വരാത്തത് ചെന്നും സീഷിനെയും കണ്ടില്ലെന്ന് വിചാരിച്ച് ജിങ്ങും സോങ്ങും മാറി മാറി അവരെ രണ്ടുപേരെയും വിളിച്ച് നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഫോൺസ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അവർക്ക് ഇനി എന്തെങ്കിലും അപകടം പറ്റി കാണുമെന്ന് കരുതി രണ്ടുപേരും കൂടി ചെന്നിനെയും സീഷയും കൂട്ടാനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ചു ദൂരം കഴിയുമ്പോൾ അവർക്ക് ചെന്നിനെ കണ്ടു കിട്ടുന്നുണ്ട്. അങ്ങനെ ചെന്നിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് സീഷി വന്നില്ലെന്നും ഇത്രയും നേരം അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നെന്നും ചെന്നിപ്പോ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ വീട്ടിലേക്ക് വരാനായിട്ട് ഒരുപാട് നടക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് കള്ളന്മാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ജിങ്ങിനെ അവരുടെ കയ്യിൽ വെച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ അവർക്ക് തരാൻ
വിടാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ഗുണ്ട നമ്മുടെ ചെന്നിന്റെ അടുത്ത് വന്ന് അവളുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ സോങ് ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിലും ആ ഒരു ഗുണ്ടയുടെ മുമ്പിൽ പിടിച്ചെടുക്കാനായിട്ട് സോങ്ങിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ജിങ്ങിനെയും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഏറ്റവും അവസാനം രണ്ടും കൽപ്പിച്ച് ചെന്നിപ്പോ അതിലുള്ള ഒരു ഗുണ്ടേനെ തള്ളി മാറ്റിയിട്ടിട്ട് നേരെ ജിങ്ങിന്റെ കൈയും പിടിച്ച് പിന്നീട് അവർ 3 പേരും കൂടി എങ്ങനെയൊക്കെയോ ആ ഗുണ്ടകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇതേ നേരം വളരെ സ്പീഡിൽ ഇങ്ങോട്ട് ഓടി വന്ന കാരണം കൊണ്ട് ചെന്നിന്റെ കാല് ഒന്ന് മടങ്ങുമ്പോൾ വളരെ കെയറിംഗ് ആയിട്ടുള്ള സോങ് അപ്പോൾ അവൾക്ക് അതിനു വേണ്ട മരുന്ന് വാങ്ങിക്കാനായിട്ട് പോകുന്നതിന്റെ ഇടയിൽ നീ എന്തൊരു ടൈറ്റ് ആയിട്ടാണ് എന്റെ കൈ പിടിച്ചതെന്നും എന്തിനാണ് തന്നെ അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നതെന്നും ജിങ് ചോദിക്കുമ്പോഴാണ് അവൾ അറിയാതെ തന്നെ അവൾ ജിങ്ങിനെ ഇങ്ങനെ കൈ പിടിച്ച് അവനെ വലിച്ചുകൊണ്ട് വന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പിന്നീട് അന്ന് വീട്ടിലെത്തുമ്പോൾ അവളിപ്പോ അവളുടെ കാലുമേ പെയിൻ റിലീഫിന്റെ സ്പ്രേ ഒക്കെ അടിച്ച് എന്നാലും താൻ എന്തിനായിരിക്കും പെട്ടെന്നൊരു എമർജൻസിയിൽ ജിങ്ങിന്റെ കൈയും പിടിച്ച് ഓടിയെന്ന് ആലോചിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുറെ നേരം മുമ്പ് ഇന്ന് ആ ഒരു കടയിലേക്ക് വരാനായിട്ട് തനിക്ക് പറ്റില്ലെന്ന് സീഷി പറഞ്ഞ ആ ഒരു മെസ്സേജ് അവളുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇത് നോക്കി ആകെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ചെന്നിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ സീഷിയും ചെന്നും ആയിട്ടുള്ള അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബോണ്ട് ഇവിടെ പയ്യെ പയ്യെ ഡിസ്ട്രോയ് ആയി വരികയാണോ എന്ന് നമുക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നും. എനിവേ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് നിങ്ങൾ പോയിട്ട് പരിഹരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നല്ലൊരു ബോണ്ട് തന്നെ കാത്തു സൂക്ഷിക്കണേ. സോ ഇനി അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ടാറ്റ ആൻഡ് ബൈ.